പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. അടുത്ത മാസം 3-ന് പാറമേക്കാവിന്റെയും 5-ന് തിരുവമ്പാടിയുടെയും വേല നടക്കാനിരിക്കെയാണ് ജില്ലാ ഭരണകൂടം തേക്കിൻകാട് മൈതാനിയിൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്. തേക്കിൻകാട് മൈതാനിയിൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന പുരയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിൽ 78 മീറ്റർ മാത്രമാണ് ദൂരമെന്നതാണ് അനുമതി നിഷേധിക്കാൻ കാരണം. പുതിയ നിയമപ്രകാരം 200 മീറ്റർ ദൂരമാണ് വേണ്ടത്. വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ദേവസ്വങ്ങളുടെ അപേക്ഷ കളക്ടർ നിഷേധിച്ചത്. ഇതിനെതിരെ പ്രതിഷേധവുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും രംഗത്തെത്തി. വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. കേന്ദ്ര സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യും, നിയമ വഴികൾ നോക്കും, എല്ലാ വഴിക്കും ഇതെങ്ങനെയാണ് നടത്തുക എന്നുള്ളതിനെക്കുറിച്ച്. ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നൊരു ഫീൽഡാണ്. കോടികളുടെ ബിസിനസ്സുകളാണ്, തൊഴിൽ അവസരങ്ങളിലാണ്. അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകണം. 250 മീറ്റർ ചുറ്റളവിൽ ആശുപത്രിയും സ്കൂളും പെട്രോൾ പമ്പും പാടില്ലെന്ന വ്യവസ്ഥയും അനുമതി നിഷേധിക്കാൻ കാരണമായി. പോലീസ്, അഗ്നിശമന സേന, റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ നൽകിയ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് വേല വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്. ന്യൂസ് 18 തൃശൂർ. തിരുവമ്പാടി പാറമേക്കാവ് വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ പെസോ നിയമത്തിൽ ഇടപെടുമോ എന്നതിൽ വ്യക്തമായ മറുപടി പറയാതെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ജനങ്ങളുടെ ഒപ്പമെന്ന് മാത്രമായിരുന്നു മന്ത്രിയുടെ മറുപടി. കേക്ക് വിവാദത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് നിലപാടെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു.